Hi, welcome back. It's me from Ritseju. Today I would like to discuss about allowances, which is coming under the fourth module of KPSC under the head income tax and GST. So what do you mean by allowances? The term allowance refers to a cash payment of fixed amount made by an employer to his employee on a regular basis to enable the employee to meet certain specific expenses incurred by him for discharging his duties. അതായത് ഒരു എംപ്ലോയിക്ക് തൻ്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ ഒരു റെഗുലർ ബേസിസിൽ കൊടുക്കുന്ന ക്യാഷ് പേയ്മെൻ്റ് ആണ് അലവൻസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള അലവൻസസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഫുള്ളി ടാക്സബിൾ എന്നും പാർട്ട്ലി ടാക്സബിൾ എന്നും ഫുള്ളി എക്സംപ്റ്റഡ് എന്നും. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഫുള്ളി ടാക്സബിളിൽ വരുന്നത്, ഏതൊക്കെ ഐറ്റംസ് ആണ് പാർട്ട്ലി ടാക്സബിൾ, ഏതൊക്കെ ഐറ്റംസ് ആണ് ഫുള്ളി എക്സംപ്റ്റഡ്, ഇതിൽ ഇറ്റ് ഈസ് നോട്ട് എ എക്സ്ക്ലൂസീവ് ലിസ്റ്റ്. ഇത് എല്ലാം അടങ്ങിയ ഒരു എക്സ്ക്ലൂസീവ് ലിസ്റ്റൊന്നും അല്ല. പക്ഷേ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ടോക്കിലൊക്കെ കേൾക്കുന്ന ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണിത്. ഇതിന് ഫുള്ളി ടാക്സബിൾ ഇനിയും ഒരുപാടുണ്ട്, പാർട്ട്ലി ടാക്സബിൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഫുള്ളി എക്സംപ്റ്റഡും ഏറെക്കുറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയതും നമ്മൾ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഐറ്റംസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണിത്. അപ്പോൾ ഏതൊക്കെയാണ് ഫുള്ളി ടാക്സബിൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ് ദിസ് അലവൻസസ് ആർ ഫുള്ളി ടാക്സബിൾ. അപ്പോൾ ദിസ് അലവൻസസ് ആർ ഗിവൺ ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ടു ദ എംപ്ലോയീസ് ഫോർ specific purposes for discharging his duties. അതിൽ ഒന്നാമത്തെയാണ് ഡിയർനെസ് അലവൻസ്, DA എന്ന് പറയും. ഇപ്പോൾ ഡിയർനെസ് അലവൻസ് ഇസ് ഗിവൺ ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി ടു മീറ്റ് ദ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് ഡിയർനെസ് അലവൻസ്. അത് ഫുള്ളി ടാക്സബിൾ ആണ്. രണ്ടാമത്തെയാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, CCA എന്ന് പറയാം. അപ്പോൾ ഈ അലവൻസും എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ ബിഗ് സിറ്റീസ്. അപ്പോൾ ഇതും ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ഐറ്റമാണ് ഇൻ്ററിം റിലീഫ് അലവൻസസ്. ഇൻ്ററിം റിലീഫ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഈ സാലറി റിവിഷനിൽ ഒരുപാട് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഡിലേ വരുന്ന സമയത്തുള്ള കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻ്ററിം കാലയളവിലേക്കുള്ള ഒരു കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസാണ് ഇൻ്ററിം റിലീഫ് അലവൻസ്. ഇതും ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ അലവൻസ് ആണ്. സോ ഫിക്സഡ് മെഡിക്കൽ അലവൻസസ് മേ ബി പ്രൊവൈഡഡ് ടു ദ എംപ്ലോയീസ് ടു മീറ്റ് ദ പ്രോബബിൾ മെഡിക്കൽ എക്സ്പെൻസസ്. ഇറ്റ് ഈസ് ഓൾസോ ഫുള്ളി ടാക്സബിൾ. Then next വരുന്നത് ടിഫിൻ അലവൻസ്. ടിഫിൻ അലവൻസ് is given to meet the food expenses of the employee. This is another fully taxable allowances. The next is servant allowances. So instead of providing domestic servants, employer may give an additional servant allowances to the employee so that they can employ their own servants. Servant allowance is fully taxable. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫാമിലി അലവൻസ് ആണ്. സോ ഫാമിലി അലവൻസും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി അലവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ടു ദ എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ഹിസ് നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി ഓഫ് ദ എംപ്ലോയീൻ്റെ ഫാമിലിയിൽ ഡിപ്പെൻഡൻറ്റ് മെമ്പേഴ്സ്, അതായത് എംപ്ലോയീനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ആൾക്കാർ എത്രയാണോ അവരുടെ ഇതിനനുസരിച്ച് കൊടുക്കുന്നതാണ് ഫാമിലി അലവൻസ്. അതും ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ നെക്സ്റ്റ് ടിഫിൻ അലവൻസ് ആണ് പറയുന്നത്. ടിഫിൻ അലവൻസും ഫുള്ളി ടാക്സബിൾ ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ലഞ്ച്, ഡിന്നർ ഓർ റിഫ്രഷ്മെൻറ്റ് അലവൻസ് ആണ്. അപ്പോൾ ലഞ്ച്, ഡിന്നർ, റിഫ്രഷ്മെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ടിഫിൻ അലവൻസസ് ആൻഡ് എനി സച്ച് അലവൻസസ് ഈസ് ഫുള്ളി ടാക്സബിൾ. ഇത് ടിഫിൻ അലവൻസ് പോലെയുള്ള ഒരു അലവൻസ് ആണ് ലഞ്ച്, ഡിന്നർ ഓർ റിഫ്രഷ്മെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹോളിഡേ ട്രിപ്പ് അലവൻസസ്. അപ്പോൾ അലവൻസസ് ഗിവൺ ഫോർ മീറ്റിംഗ് ഹോളിഡേ ട്രിപ്പ് എക്സ്പെൻഡിച്ചർ ഈസ് ഫുള്ളി ടാക്സബിൾ. ഹോളിഡേ ട്രിപ്പിന് പോകാൻ കൊടുക്കുന്ന അലവൻസ് എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ഹവർ ലീവ് ട്രാവൽ കൺസെഷൻ ഈസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. അതായത് അതിൻ്റെ കൂടെയുള്ള ലീവ് ട്രാവൽ കൺസെഷൻ അലവൻസിൻ്റെ പരിധിയിൽ വരുന്നതല്ല, അത് പെർക്വിസിറ്റിൽ വരുന്നതാണ്. അപ്പോൾ പെർക്വിസിറ്റ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഇൻ കൈൻഡ് ആണ് പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫെസ്റ്റിവൽ അലവൻസ്. ഇതും ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ഒരു 11 ഐറ്റമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഫുള്ളി ടാക്സബിൾ. സാധാരണ നമ്മൾ കേൾക്കുന്ന ഐറ്റംസ് ആണ് DA, CCA, ഇൻ്ററിം റിലീഫ് അലവൻസസ്, പ്രോജക്റ്റ് അലവൻസസ്, മെഡിക്കൽ അലവൻസസ്, ടിഫിൻ അലവൻസസ്,
then servant allowance, family allowance, refreshment or lunch or dinner allowance, holiday trip allowance and festival allowances. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ള പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ്. അതായത് പകുതി ടാക്സ് കൊടുക്കണം, പകുതി എക്സംപ്റ്റഡ് ആണ്. അതാണ് പാർട്ട്ലി ടാക്സബിൾ അലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഏതൊക്കെയാണ് പാർട്ട്ലി ടാക്സബിൾ? അതിൽ ഒന്നാമത്തെയാണ് മെയിനായിട്ടുള്ളത് HRA, ഹൗസ് റെൻറ്റ് അലവൻസസ്. അപ്പോൾ ഹൗസ് റെൻറ്റ് അലവൻസസിൻ്റെ കേസിൽ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 13A ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കുറച്ച് എമൗണ്ട് നമുക്ക് എക്സംഷൻ കിട്ടും, ബാക്കിയുള്ള എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണാം 10% റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. അതായത് റെൻറ്റിന് ഹൗസ് എടുക്കുന്നത് അലവൻസ് ആണത്. അപ്പോൾ റെൻറ്റ് പെയ്ഡ്, ഇപ്പോൾ HRൻ്റെ പർപ്പസിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സാലറിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് ആ സാലറിൻ്റെ 10% എമൗണ്ട് നോക്കുക. ആ 10% എമൗണ്ടിനേക്കാളും എത്ര കൂടുതലാണോ റെൻറ്റ് കൊടുക്കുന്നത് ആ ഡിഫറൻസ് നോക്കുക. അതാണ് റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% സാലറി, ഫസ്റ്റ് ഐറ്റം. സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ പോലെയുള്ള സിറ്റീസിലാണെങ്കിൽ 50% ഓഫ് സാലറി, അല്ലെങ്കിൽ മറ്റുള്ള സിറ്റീസ് ആണെങ്കിൽ 40% ഓഫ് സാലറി. അപ്പോൾ ഈ 3 എമൗണ്ടിലും ചെറിയ എമൗണ്ട്, ലീസ്റ്റ് എമൗണ്ട് ആയതാണോ ആ ലീസ്റ്റ് എമൗണ്ട് എത്രയാണോ HRA റിസീവ് ചെയ്യുന്നത് ആ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന ബാക്കിയുള്ള എമൗണ്ടിന് നമ്മളെന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അപ്പോൾ ഈ 3 എമൗണ്ടിൽ ലീസ്റ്റ് എമൗണ്ട് നമുക്ക് എക്സംഷനാണ്. രണ്ടാമത്തെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. 20% ഓഫ് ദ സാലറി ഓർ ₹5,000 വിച്ച് എവർ ഇസ് ലെസ് ആണ് ഗവൺമെൻറ് എംപ്ലോയിക്കാണെങ്കിൽ. ഒന്നെങ്കിൽ സാലറിൻ്റെ 20% കാണാം, അല്ലെങ്കിൽ 50,000 നോക്കാം. 50,000 അല്ല 5,000. ഇത് രണ്ടിലും വെച്ചിട്ട് ഏതാണോ കുറവ് ആ കുറവ് എമൗണ്ട് എക്സംഷൻ കിട്ടും. ഇനി വേറെ പ്രൈവറ്റ് എംപ്ലോയിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് എക്സംഷൻ ഇല്ല, ഫുള്ളി ടാക്സബിൾ ആണ് പ്രൈവറ്റ് എംപ്ലോയീസിൻ്റെ കേസിൽ. Entertainment allowances is fully taxable in the case of private employees, while for the government employee get a deduction of 20% of salary or ₹5,000 whichever is less under section 16 subsection 2 pragaram. Then next hill allowances. Hill allowance എന്ന് പറഞ്ഞാൽ this is an allowances given to an employee working in hilly areas. Hilly areasൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് പാർട്ട്ലി ടാക്സബിൾ ആണ്. Then helper allowances. Then helper allowances spent for the purpose is exempted. Balance is taxable. അപ്പോൾ ഹെൽപ്പർ അലവൻസ് എന്നിട്ട് ഒരു എമൗണ്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ എത്രയാണോ അത് നമ്മൾ ഹെൽപ്പർക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത് അത്ര എമൗണ്ട് നമുക്ക് എക്സംപ്റ്റഡ് ആണ്. ബാക്കി വരുന്ന ബാലൻസ് എമൗണ്ടിന് ടാക്സബിൾ ആണ്. അതുകൊണ്ടാണ് പാർട്ട്ലി ടാക്സബിൾ എന്ന് പറയുന്നത്. അതേപോലെ യൂണിഫോം അലവൻസിൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. യൂണിഫോം അലവൻസ് സ്പെൻഡ് ഫോർ ദി പർപ്പസ് ഈസ് നോട്ട് ടാക്സബിൾ. നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമുള്ള എമൗണ്ട് ടാക്സ് കൊടുക്കേണ്ട, ബാക്കി വരുന്ന ബാലൻസ് എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. ദെൻ അതുപോലെ ട്രാവലിംഗ് അലവൻസസ്. ട്രാവലിംഗ് അലവൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിംഗ് അലവൻസ് സ്പെൻഡ് ഫോർ ടൂർ ഓർ ഫോർ ഒഫീഷ്യൽ പർപ്പസസ് ഇസ് നോട്ട് ടാക്സബിൾ. ടൂറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി ഉള്ള ജേണിക്ക് കൊടുക്കുന്ന എമൗണ്ട് ടാക്സബിൾ അല്ല, ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട് ടാക്സബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കൺവെയൻസ് അലവൻസസ്. കൺവെയൻസ് അലവൻസും പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഓർമ്മിക്കേണ്ട മറ്റ് 2 പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ്. ഒന്ന് നമ്മൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും, രണ്ടാമത്തത് ഹോസ്റ്റൽ അലവൻസും. അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ കേസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ children education allowances is exempted up to ₹100 per month per child up to a maximum of 2 children. അതായത് ഒരു കുട്ടിക്ക് 100 രൂപ ഒരു മാസത്തേക്ക് അപ് ടു എ മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ. 2 കുട്ടികൾ വരെ അവൈൽ ചെയ്യാം. ഒരു മാസം 100 രൂപ. അപ്പോൾ ഒരു വർഷം നോക്കുമ്പോൾ 12 മാസം 1200 രൂപയാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് വരിക. അപ്പോൾ അങ്ങനെ 2 കുട്ടികൾ വരെ എക്സംഷനാണ്. ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. അതേപോലെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് പോലെ തന്നെ ഹോസ്റ്റൽ അലവൻസിൻ്റെ കേസിലും 2 ചിൽഡ്രനാണ് മാക്സിമം വരെ കൊടുക്കുന്നത്. അവിടെ ₹300 പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു എ മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ ആണ്. 300 ആണ് പെർ മന്ത് ഇതിൻ്റെ കേസിൽ, ഹോസ്റ്റൽ അലവൻസിൻ്റെ കേസിൽ. വേറെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൻ്റെ കേസിൽ ₹100 പെർ മന്ത് ആണ് പെർ ചൈൽഡ് അപ് ടു എ മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ ആണ് എക്സംഷൻ. ബാക്കിയുള്ള എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. സോ ഇത്രയും 9 ഐറ്റംസാണ് മെയിനായിട്ട് പാർട്ട്ലി ടാക്സബിൾ അലവൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഇല്ല എന്നല്ല, 10-22 ഐറ്റംസ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടൊരു 8-9 ഐറ്റംസ് മാത്രമേ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ.
പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. അതിൽ ഒന്നാമത്തെ അലവൻസ് ആണ് ഫുള്ളി എക്സംപ്റ്റഡിൽ ഫോറിൻ അലവൻസസ്. അപ്പോൾ ഫോറിൻ അലവൻസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ അലവൻസസ് പ്രൊവൈഡഡ് ടു എ ഗവൺമെൻറ് എംപ്ലോയി ഫോർ സർവീസസ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്ന ഫോറിൻ അലവൻസസ് പ്രൊവൈഡഡ് ടു ഗവൺമെൻറ് എംപ്ലോയി ഫോർ ദ സർവീസസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറമേയുള്ള ഇന്ത്യക്ക് പുറമേയുള്ള സർവീസസിന് കൊടുക്കുന്ന അലവൻസ്, ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ രണ്ടാമത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സംച്വറി അലവൻസസ് ടു ദ ഹൈക്കോർട്ട് ജഡ്ജസ് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ്. അപ്പോൾ എന്താണ് സംച്വറി? SUMPTUARY. സംച്വറി അലവൻസ് എന്ന് പറഞ്ഞാൽ ദീസ് അലവൻസസ് ആർ ഗിവൺ ടു മീറ്റ് ദ എക്സ്പെൻസസ് ഓൺ ക്ലോത്തിങ് ഫുഡ് സോ ആസ് ടു റെസ്ട്രിക്റ്റ് ലക്ഷറി എക്സ്പെൻഡിച്ചേഴ്സ്. അതായത് ഹൈക്കോർട്ട് ജഡ്ജസിന് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജസിന് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് അവരുടെ ലക്ഷറി എക്സ്പെൻസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അവർക്ക് ക്ലോത്തിങ്ങിന് ഇത്ര, ഫുഡിന് എത്ര എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് സംച്വറി അലവൻസസ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള അലവൻസ് ഇത് ഹയർ ഓഫീസേഴ്സിന് കൊടുക്കുന്ന അലവൻസ് ആണ്. അപ്പോൾ സംച്വറി അലവൻസസ് ടു ദ ഹൈക്കോർട്ട് ജഡ്ജസ് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ് ആസ് വെൽ ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ അലവൻസ് ആണ് ഫുള്ളി എക്സംപ്റ്റിൽ വരുന്നത് പെർ ഡീം അലവൻസ്. PERDIEM പെർ ഡീം അലവൻസ്. എന്താണ് പെർ ഡീം അലവൻസ്? പെർ ഡീം അലവൻസ് റെഫേഴ്സ് ടു എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി ദാറ്റ് ആൻ ഓർഗനൈസേഷൻ അലൗസ് ടു എൻ എംപ്ലോയി ടു സ്പെൻഡ് per day to cover living and traveling allowances in connection with the work. വർക്കുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നമുക്ക് വരുന്ന ട്രാവലിംഗ് അലവൻസും ഫുഡ് പോലെയുള്ള ലിവിങ് എക്സ്പെൻസും മീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എമൗണ്ട് ആണ് പെർ ഡേം അലവൻസ് എന്ന് പറയുന്നത്. So it is the allowances given to the employee or a worker for completing a task or going on a tour away from home. Per diem allowances is exempt from tax. അപ്പോൾ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഡേ കൊടുക്കുന്ന അലവൻസ്, അത് ആ ഡേയിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ലിവിങ് ആസ് വെൽ ആസ് ട്രാവലിംഗ് എക്സ്പെൻസസ്, അതിനാണ് പെർ ഡീം അലവൻസ് എന്ന് പറയുന്നത്. ഇത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസിൽ വരുന്നതാണ് അലവൻസസ് ടു എംപ്ലോയീസ് ഓഫ് UNO. Allowances to employees of United Nations Organization, that is allowance to employees of the United Nations Organization is fully exempt from tax. അപ്പോൾ ഇത്രയും 4 ഐറ്റമാണ് ഫുള്ളി എക്സംപ്റ്റഡിൽ വരുന്നത്. അത് ഫുള്ളായിട്ട് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ പാർട്ട്ലി ടാക്സബിളിൻ്റെ അണ്ടറിൽ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ മെയിനായത് മാത്രമേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഫുള്ളി ടാക്സബിളിൻ്റെ അണ്ടറിലും ഇനിയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷേ മെയിനായ 11 ഐറ്റംസാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അലവൻസ്. ഇങ്ങനെയാണ് ഈ അലവൻസിൻ്റെ 3 ഡിവിഷൻ. ചെറിയൊരു ക്ലാസ്സാണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ഫോർ മീ. താങ്ക് യു.